ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു ദാൽ പാലക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണ് പാലക്ക്. നമ്മൾ ചേർക്കുന്ന ദാൽ എന്ന് പറയുന്നത് ചെറുപരിപ്പാണ്. സാമ്പാർ വെക്കുന്ന പരിപ്പല്ല, ചെറുപയറിൻ്റെ പരിപ്പ്. അതായത് നമ്മൾ പരിപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെറുപരിപ്പ്. അത് നന്നായിട്ട് 2-3 തവണ കഴുകി അതിലേക്ക് 2 പച്ചമുളകും കൊത്തിയരിഞ്ഞ ശകല ഇഞ്ചിയും അതുപോലെ തക്കാളി, പുളിക്ക് ആവശ്യമുള്ള തക്കാളി, ഒരുപാട് പുളി വേണ്ട, കുറച്ച് മതി. ആ തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒരു കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് എണ്ണ, അതല്ലെങ്കിൽ നെയ്യ്, എന്താണോ നമ്മൾക്കിഷ്ടം അതുപയോഗിച്ചിട്ട് വേവിക്കുക. ചെറുപരിപ്പ് വേകാനായിട്ട് വെക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും, വളരെ കുറച്ച്, ഒരുപാട് ചേർക്കരുത്, വളരെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേണം വേവിക്കാനായിട്ട്. അങ്ങനെ കുക്കറിൽ 2-3 വിസിൽ കേട്ട് കഴിയുമ്പോഴേക്കും ഈ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിരിക്കും. ഒരു തവി ഉപയോഗിച്ചിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടയ്ക്കുകയും കൂടെ ചെയ്യണം. അതിനുശേഷം വീണ്ടും ഒരു കടായി അടുപ്പേ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഉടച്ച് വെച്ച പരിപ്പും തക്കാളിയും എല്ലാം കൂടെ ചേർത്ത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന പാലക്കും കൂടെ ചേർക്കണം. നല്ല ഭംഗിയാണ് ഇപ്പോൾ തന്നെ കാണാനായിട്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണം. പാലക്കിനൊന്നും വലിയ വേവില്ല, പെട്ടെന്ന് തന്നെ വേകും. എന്നിട്ട് ഇതെല്ലാം കൂടെ വെന്ത് യോജിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് നമ്മൾ ഇതുവരെ ഇതിന് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അങ്ങനെ ഉപ്പും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് തിളച്ച് ഒന്ന് യോജിച്ച് വരുമ്പോഴേക്കും നമ്മൾ കടുക് വറക്കണം. കടുക് വറക്കുമ്പോൾ നമ്മൾ ഒരു കടായി അടുപ്പേ വെച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ച് കടുക് വറക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. എന്നിട്ട് കടുകിട്ടിട്ട് പിന്നെ തീ കുറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ നിർത്തി തന്നെ വെച്ചിട്ട് മുളകും ഇട്ട് അതിലേക്ക് കായവും കൂടെ ചേർക്കണം, കായത്തിൻ്റെ പൊടി. അതിനുശേഷം അതിലേക്ക് കുറച്ച്, വളരെ കുറച്ച് മാത്രം മുളക് പൊടി അത്രയും ചേർക്കണം. തീ നിർത്തിയിട്ട് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി നമ്മുടെ കൂട്ടാനിലേക്ക് ഒഴിക്കണം. മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ആ പാലക്കിൻ്റെയും പരിപ്പിൻ്റെയും അത് കറക്റ്റായിട്ടുള്ള ആ രുചി അറിയണമെങ്കിൽ നമ്മൾ അതിലേക്ക് മല്ലിയില ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കടുക് വറുത്താൽ അപ്പം തന്നെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കുകയും ചെയ്യണം. വളരെ സ്വാദിഷ്ടമായ എന്നാൽ ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ള ഒരു ചെറുപരിപ്പും പാലക്കും കൊണ്ടുള്ള ഒരു കറിയാണ്. നല്ല രുചിയാണ്. ചപ്പാത്തിക്ക് കഴിക്കാം, ചോറിന് കഴിക്കാം, എന്തിൻ്റെ കൂടെ, അതല്ലെങ്കിൽ വെറുതെ ഒരു സൂപ്പ് പോലെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. നല്ല രുചിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം. ഭയങ്കരമായ എരിവൊന്നുമില്ല. ഒരു തുളസിയില വെച്ച് ഭഗവാന് നൈവേദ്യമായി വെച്ചിട്ട് നമുക്ക് കഴിക്കാം. ഹരേ കൃഷ്ണ.